പ്രിയമുള്ളവരെ, മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലൂടെ പലരും നമ്മളിലൂടെ കടന്നുപോയി. അവർ നമ്മളോട് പലതും സംസാരിച്ചു. നമ്മുടെ ഉള്ളങ്ങളിലെ ദൈവാനുഭവത്തിൻ്റെയും കൂടുതൽ തന്നിൽ ഒളിഞ്ഞുകിടക്കുന്ന കഴിവുകൾ കണ്ടെത്തുവാൻ സഹായകമായ രീതിയിൽ പല വ്യക്തികളെയും നമ്മൾ കണ്ടു. സുവിശേഷ പ്രചാരണത്തിന് വേണ്ടിയുള്ളതാണ് ക്രൈസ്തവൻ്റെ ജീവിതം. അപ്രകാരം വളരെ ചെറുപ്പത്തിലെ തന്നെ പാട്ടുപാടുവാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിലും അത് പിന്നീട് ഡിവോഷണൽ സോങ്ങുകളിലേക്ക് മാറിയ ഷൈബിൻ എന്ന യുവാവിനെയാണ്. അദ്ദേഹം അതിരമ്പുഴ ഇടവക്കാരനാണ്. അതിരമ്പുഴയ്ക്ക് അടുത്ത് തന്നെ താമസിക്കുന്ന ആളുമാണ്. അതിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഷൈബിൻ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാം കാണാറുണ്ടല്ലോ വാസ്തവത്തിൽ. അപ്പോൾ ഈ പ്രോഗ്രാമിലൂടെ ധാരാളം പേര് തങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടതും കർത്താവിൻ്റെ ഇടപെടലിലൂടെ അവർ തന്നെ സന്നിവേശിത വരപ്രസാദം എന്ന് പറയും, അതായത് ഇൻഫ്യൂസ്ഡ് കാരിസം, അത് ഡെവലപ്പ് ചെയ്തതായിട്ടും അത് മറ്റു മനുഷ്യരെ സ്പർശിക്കും. അങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പ്രത്യേകത. അതാണ്, ഒരാളൊരു ദൈവം സന്നിവേശിത വരപ്രസാദം തന്നാൽ അയാളുടെ സാക്ഷ്യവും അയാളിലൂടെ കേൾക്കുന്ന ആൾക്കാർക്ക് അതിനുള്ള പ്രചോദനം ലഭിക്കും. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഷൈബിനിലൂടെ തമ്പുരാൻ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചതെന്ന് അറിയുവാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഈ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് ഷൈബിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഷൈബിൻ കുടുംബാംഗങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ വീട്ടിൽ 5 പേരുണ്ട്. ഞാൻ, പപ്പ, മമ്മി, അനിയൻ, അനിയത്തി. പപ്പയുടെ പേര് ബിനോയ്, മമ്മിയുടെ പേര് ഷൈല, അനിയൻ്റെ പേര് ജോൺസ്, അനിയത്തിയുടെ പേര് അനിറ്റ്. പപ്പ ഇപ്പോൾ പെയിൻറ്റിങ്ങിന് പോകുന്നു. മമ്മി വീട്ടിൽ ഹൗസ് വൈഫാണ്. പിന്നെ അനിയൻ BBA കഴിഞ്ഞ് അവനൊരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അനിയത്തി നഴ്സിംഗ് കഴിഞ്ഞിട്ട് OET പഠിച്ചുകൊണ്ടിരിക്കുന്നു, പ്രിപ്പയർ ചെയ്യുന്നു. പിന്നെ ഞാൻ പഠിച്ചത് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. അത് കഴിഞ്ഞിട്ട് സൗണ്ട് എഞ്ചിനീയറിങ്ങിന് പോയി. അപ്പോൾ BA മ്യൂസിക്കിന് പോകണമെന്ന് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വിമർശനങ്ങളൊക്കെ വന്നതുകൊണ്ട് പിന്നെ അത് ഒഴിവായി. എപ്പോഴും മ്യൂസിക് ഇങ്ങനെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് 1-2 സെയിൽസ് ജോലികൾക്കൊക്കെ പോയി. എന്നാലും നമ്മുടെ ഉള്ളിൽ മ്യൂസിക് കിടക്കുന്നതുകൊണ്ട് അതെങ്ങനെ കൊണ്ടുപോകണം എന്നറിയത്തില്ല. 1-2 റിയാലിറ്റി ഷോയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഏതെങ്ങനെ തുടങ്ങണം, എവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഷൈബിൻ്റെ ജീവിതത്തിലെ ഈ മ്യൂസിക് ഇത്രമാത്രം ഉള്ളിൽ നേരത്തെ ഉണ്ടല്ലോ. ഇപ്പോൾ കുട്ടിക്കാലം പോലെ പള്ളിയിലൊക്കെ പാടുകയും അതുപോലെ തന്നെ ഗാനമേളക്കൊക്കെ പോകുമായിരുന്നു. കുട്ടിക്കാലത്ത് അത് എൻ്റെ ഇടവക അതിരമ്പുഴ ഇടവകയാണ്. അപ്പം ഞാൻ അതിരമ്പുഴ ഇടവകയുടെ കീഴിൽ വരുന്ന കുരിശുപള്ളിയാണ് റീത്താപ്പള്ളി. അപ്പോൾ റീത്താപ്പള്ളി പോകുന്നു, പാട്ടുകൾ പാടുന്നു. പിന്നെ പള്ളിയിലെ കുടുംബ കൂട്ടായ്മകളിൽ പാട്ട് പഠിക്കും കുഞ്ഞിലായിരുന്നപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ പാട്ടിലേക്ക് ഇങ്ങനെ വരുന്നു. പിന്നെ വെല്ലുമ്മച്ചിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വെല്ലുമ്മച്ചിയൊക്കെ കുരിശ് വരയ്ക്കുന്ന സമയത്ത് പാട്ട് പഠിപ്പിക്കും. അപ്പോൾ കുഞ്ഞു പിള്ളേർ മൂളി, അപ്പോൾ അങ്ങനെ പാടി അങ്ങനെ വന്ന. പിന്നെ അതിരമ്പുഴ പള്ളി 5ാം ക്ലാസ് തൊട്ട് വേദപാഠത്തിന് അതിരമ്പുഴ പള്ളിയിലേക്ക് ചെല്ലുന്നു. അതിരമ്പുഴ പള്ളിയിൽ കൊയർ ടീമിൽ കയറുന്നു. പിന്നെ അതവിടെ സജീവമാകുന്നു. പിന്നെ 7ാം ക്ലാസ് കഴിഞ്ഞ് ലൈറ്റ് മ്യൂസിക്കിന് മത്സരങ്ങൾക്ക് പോകുന്നു. അങ്ങനെ 3 തവണ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് കിട്ടുന്നു. പിന്നെ അത് ആ സമയത്ത് തന്നെ സ്കൂളിൽ ലൈറ്റ് മ്യൂസിക്കിന് ജില്ലാ തലത്തിലും ഫസ്റ്റ് കിട്ടുന്നു. പിന്നെ അങ്ങനെ അതൊരു വഴിത്തിരിവായിട്ട് അങ്ങനെ വരുന്നു. പിന്നെ മ്യൂസിക് ഹൈസ്കൂളൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം മ്യൂസിക്കിൻ്റെ പല തലങ്ങളിലേക്ക് പോകുന്നു. സിനിമാറ്റിക് മ്യൂസിക്കിന് കൂടുതൽ അന്ന് ഭ്രമം ഉണ്ടാകുന്നു. എപ്പോഴും ഡിവോഷണലിൽ ഞാൻ പിടിച്ചിരിക്കുന്നതിൻ്റെ ഒരു കാരണം പള്ളിയും ചുറ്റുപാടും. പിന്നെ പപ്പായും മമ്മിയൊക്കെ അത്യാവശ്യം പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ടും ഞാൻ പള്ളിയിൽ പോയില്ല തന്നെ അവർ നിർബന്ധിക്കും പള്ളിയിൽ പോടാന്ന് പറഞ്ഞ്. ആ ഒരു പ്രായത്തിൻ്റെതായിട്ടുള്ള എല്ലാവിധ വാസ്തവത്തിൽ കുരിശ് വരയ്ക്കുമ്പോഴൊക്കെ തന്നെ വല്യമ്മച്ചി പാട്ട് പഠിപ്പിക്കുമായിരുന്നു ചെറുപ്പത്തിൽ. 6ാം ക്ലാസ്സിലാണ് അമ്മച്ചി മരി. ഞാൻ നേരത്തെ പറഞ്ഞ സന്നിവേശിത വരപ്രസാദം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ ദൈവം നിക്ഷേപിക്കുന്നതാണ്. ആ വല്യമ്മച്ചിയിലൂടെ കൈമാറി കിട്ടിയതാണത്. തീർച്ചയായിട്ടും അത് വളർത്തിയെടുക്കേണ്ടതാണ്. ആ വളർത്തിയെടുക്കുവാനായിട്ട് ഇപ്പോൾ കോളേജിലൊക്കെ പഠിച്ചപ്പോൾ പോലും നമുക്ക് ഡിവോഷൻ സോങ്ങിലേക്ക്
പിന്നീട് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്? ഞാനങ്ങനെ അങ്ങനെ ആ പഠിക്കുന്ന കാലത്ത് എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. പള്ളിയിൽ ഒരു പാടണം ദൈവത്തിന് വേണ്ടിയിട്ട് ശുശ്രൂഷകനാണെന്നുള്ളതൊന്നും ഇല്ല. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ പോകുന്ന ഇങ്ങനെ എന്തോ ഒരു പുഷി വീട്ടിൽ നിന്ന് തരുന്ന ഒരു നിർബന്ധിതനായിട്ട് പോയി അങ്ങനെ വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം വന്നു. അപ്പോൾ 1-2 സെയിൽസ് ജോലികൾക്കൊക്കെ പോയപ്പോഴും ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. എപ്പോഴും തലയ്ക്കകത്ത് എപ്പോഴും പാട്ട് ചെയ്യണം. അപ്പോൾ ദൂരദർശനിൽ കോളേജിൽ ലാസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് സ്റ്റീഫൻ ദേവസിയുടെ ഒരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു, ക്യാമ്പസ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട്, ദൂരദർശനിൽ. അപ്പം കോട്ടയത്തു നിന്ന് എന്നെയും 2-3-4 പിള്ളേരെ സെലക്ട് ചെയ്തു. സ്റ്റീഫൻ ദേവസി സാറന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് അതൊരു സെലക്ഷൻ നടന്നു. പിന്നെ ആ റിയാലിറ്റി ഷോ ഇടയ്ക്ക് വെച്ച് നിർത്തലായിപ്പോയി. തിരുവനന്തപുരത്ത് 1-2 റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ. പിന്നെ അത് അങ്ങനെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് കോളേജ് പഠിത്തം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നൊന്നും കോളേജിൽ പോകുമ്പോഴും ആദ്യം മ്യൂസിക് പഠിക്കണം തലയിൽ. അതെ അത് തന്നെയായിരുന്നു. BA മ്യൂസിക്കിന് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല, അത് പല കാരണങ്ങളും കൊണ്ട്. പിന്നെ അതിൽ മ്യൂസിക് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടില്ല എന്നൊക്കെ ഉള്ളൊരു പൊതുവെ ഒരു ധാരണയുണ്ട്. അങ്ങനെ രക്ഷപ്പെടാത്ത ഒരുപാട് ആൾക്കാരും ഉണ്ട്. രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ കാശ് വഴി അങ്ങനെ ഒരു ധാരണ ഉള്ളതുകൊണ്ടും സത്യമായതുകൊണ്ടും പിന്നെ ഞാനും അതിന് പോയില്ല. എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാന്ന് വെച്ച്. കുടുംബത്തിലെ അന്തരീക്ഷം എന്തായാലും മൂത്ത മകനാണ്. അതെ, അപ്പോൾ ഉത്തരവാദിത്തം എടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ജോലിക്ക് പോകാമെന്ന് പറഞ്ഞ് ഞാനും നിർബന്ധിതമായിട്ട് മറ്റുള്ള ജോലികൾക്ക് പോയി. പക്ഷെ എല്ലായിടത്തും നമ്മുടെ തലയിൽ ജോലി ചെയ്യുന്ന സമയത്തും പാട്ടിൽ എന്തെങ്കിലും നമ്മളിപ്പോൾ വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ റീലൊക്കെ കാണുമ്പോഴോ എനിക്കും ആകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത് തല കടക്കുക ഇങ്ങനെ. പിന്നെ എങ്ങനെ മ്യൂസിക് കോളേജിൽ ചേരാൻ കാര്യം? BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ സെയിൽസ്മാനായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് എന്നാൽ പിന്നെ സൗണ്ട് എഞ്ചിനീയറിങ്ങിന് പോകാം എന്നുള്ളത് വരുന്നത്. ആ സമയത്താണ് കാരിസ്മോനിലേക്ക് ഞാൻ കാരിസ്മോനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ബിജുലച്ചന് ആയിട്ട് ഒരു സൗഹൃദമുണ്ട്, പണ്ട് തൊട്ടേ കണ്ടുപരിചയമുണ്ട്. അപ്പോൾ ബിജുലച്ചൻ കാരിസ്മോൻ്റെ ഡയറക്ടറാണ്. അപ്പം അനീഷച്ചൻ മരിച്ചു പോയ ബിജുലച്ചൻ വഴി പരിചയമായിരുന്നു. അപ്പോൾ അച്ഛനെ ഇടയ്ക്ക് കൊയറിനൊക്കെ പാടാൻ വിളിക്കുന്ന, കാരിസ്മോനിലെ ശുശ്രൂഷകൾക്ക് വിളിക്കുന്നു. അപ്പോൾ അപ്പോഴൊന്നും നമ്മളങ്ങനെ വലിയ സീരിയസ് ആയിട്ട് നടക്കുന്നില്ല, പാടുന്നു പോകുന്നു. വെളിയിലുള്ള ധ്യാനങ്ങൾക്കൊക്കെ പാടാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു. അപ്പോഴും അച്ഛൻ പറയും, നിങ്ങൾ ശുശ്രൂഷ എടുക്കുമ്പോൾ സീരിയസ് ആയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ അച്ഛൻ പറയുന്നതനുസരിച്ച് ഗൗരവം കാണിക്കുന്നല്ലാതെ അങ്ങനെ കാര്യമായിട്ട് ഇതിന്നില്ല. അപ്പോൾ ആ സമയത്താണ് ഈ ജോലിയിലേക്ക് ഞാനിങ്ങനെ പോകുന്നത്. സെയിൽസിന് വേറൊരു ജോലി വന്നു. അപ്പോൾ ഞാനങ്ങനെ അച്ഛാ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി കഴിഞ്ഞ സമയത്ത് ഇടയ്ക്ക് എനിക്ക് ഒരു സൗണ്ട് എഞ്ചിനീയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണെന്ന് തോന്നി. പിന്നെ ഈ ഗ്യാപ്പിൽ എനിക്ക് ലാരിഞ്ചൈറ്റിസ്, ത്രോട്ടിൻ്റെ ഒരു പ്രശ്നം വന്നായിരുന്നു. അപ്പോൾ അധികം നമ്മൾ പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്രോട്ടിന് വേദന എടുക്കുന്നു, അതൊരു സൗണ്ട് കിട്ടത്തില്ല. അപ്പം മൊത്തം എനിക്കൊരു മാനസിക ബുദ്ധിമുട്ട് വന്നായിരുന്നു. കാരണം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് തളർന്നു പോയി. ഇനിയിപ്പം പാട്ടുകാരനാകാനും പറ്റത്തില്ല, ത്രോട്ടിന് ഇങ്ങനെയൊരു പ്രശ്നം വന്നത് എന്ത് ചെയ്യുമെന്ന് ഭയങ്കര ക്വസ്റ്റ്യനായി പോയി. വേറെ ഒന്നും അറിയത്തുമില്ല, ഇനിയിപ്പോൾ എങ്ങനെ എന്ത് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്താണ് എന്നാൽ പിന്നെ സൗണ്ട് എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കുകയാണെങ്കിൽ മ്യൂസിക്കിൻ്റെ ഏരിയയിൽ തന്നെ അങ്ങനെ വളരാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അതിലേക്ക് പോകുന്നത്. അത്ര നാളും പാട്ടുകാരനാണെന്ന് മാത്രമേ ഉള്ളായിരുന്നു അപ്പം ഇങ്ങനെ വേറൊരു ഏരിയ ഉണ്ട് മ്യൂസിക്കിനെന്ന് മനസ്സിലായി. അപ്പോൾ ആധികാരികമായിട്ട് എനിക്ക് അറിവുകളൊന്നും ഇല്ല, വളരെ ചുരുക്കം അറിവുകളേ ഉള്ളൂ. പിന്നെ ഞാൻ കോട്ടയം ഹാർപ്പൻ ലെയറിൽ കീബോർഡ് ക്ലാസ്സിന് കുറച്ച് പോകുന്നു. പിന്നെ ഞാൻ തന്നെ പഠിച്ചെടുക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സൗണ്ട് എഞ്ചിനീയറിങ്ങിൻ്റെ ക്ലാസ്സിന് തിരുവനന്തപുരത്ത് കെൽട്രോണിൽ പോയി ജോയിൻ ചെയ്യുന്നു. അത് ഒരു 6 മന്ത് കോഴ്സായിരുന്നു. പക്ഷെ അവിടെ നിന്ന് നമുക്ക് ആ ഒരു കോഴ്സ് കൊണ്ടൊന്നും നമുക്കത്ര സൗണ്ട് എഞ്ചിനീയറിങ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ അന്ന് എൻ്റെ ഒരു പ്രോജക്റ്റായിട്ട് നമ്മളൊരു വർക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രിസ്മസിന് ഒരു സോങ്ങും എന്ന പ്രോജക്റ്റും കൂടെ ആയിട്ട് ഒരു പാട്ട് അവിടെ ചെയ്തു. അതാണ് വന്നു ദിവ്യതാരം എന്ന് പറഞ്ഞ പാട്ട്. അപ്പോൾ അത് അത്യാവശ്യം 12K വ്യൂസൊക്കെ ആയി, അത്യാവശ്യം ആളുകളിലേക്കൊക്കെ എത്തി. അപ്പം ആ പാട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സിനിമയിലൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. വന്നു ദിവ്യതാരം ഈ ഭൂവിൽ, മഞ്ഞിൻ തുള്ളി പൊഴിയും ഈ രാവിൽ, മണ്ണിൽ പുഞ്ചിരി തൂകി സ്നേഹത്തിൻ ദീപം, തെന്നൽ തഴുകിയുറക്കി മണ്ണിൻ രക്ഷകനെ, നിരനിരയായി ആട്ടിടയർ രക്ഷകനെ കണ്ടിടുവാൻ ദൈവഗണം പുൽകിയ വഴിയെ കണ്ടു വണങ്ങി പൊൻസുതനെ. വന്നു ദിവ്യതാരം ഈ ഭൂവിൽ, മഞ്ഞിൻ തുള്ളി
പൊഴിയും ഈ രാവിൽ. വാഴ്ത്തിടാം ദിവ്യനാഥനെ, പോയിടാം ആ വീതിയിൽ. വാഴ്ത്തിടാം ദിവ്യനാഥനെ, പോയിടാം ആ വീതിയിൽ. മണ്ണിൽ പുഞ്ചിരി തൂകും ഈ ക്രിസ്മസ് രാവിൽ, സ്നേഹത്തിൻ വീണകളാൽ ഇന്നീശനെ വാഴ്ത്തിടാ. മധുരം നിറയും പുഞ്ചിരിയിൽ മനസ്സിൽ നിറയും ശാന്തിയുമായി, ഹൃദയത്തിൻ പുൽക്കുടിനുള്ളിൽ കണ്ടു വണങ്ങാം പൊൻസുതനെ. വന്നു ദിവ്യതാരം ഈ ഭൂവിൽ, മഞ്ഞിൻ തുള്ളി പൊഴിയും ഈ രാവിൽ. മണ്ണിൽ പുഞ്ചിരി തൂകി സ്നേഹത്തിൻ ദീപം, തെന്നൽ തഴുകിയുറക്കി മണ്ണിൻ രക്ഷകനെ. നിരനിരയാട്ടിടയർ രക്ഷകനെ കണ്ടിടുവാൻ, ദൈവഗണം പുൽകിയ വഴിയെ കണ്ടു വണങ്ങി പൊൻസുതനെ. വന്നു ദിവ്യതാരം ഈ ഭൂവിൽ, മഞ്ഞിൻ തുള്ളി പൊഴിയും ഈ രാവിൽ. പലരുടെയും വ്യക്തിജീവിതത്തിൽ ദൈവം ഇടപെടുന്ന ചില സന്ദർഭങ്ങൾ, ചില സാഹചര്യങ്ങൾ, വേറെ ചിലരെ ഇങ്ങനെ പോകുന്ന വഴിക്ക് തമ്പുരാൻ ഇടപെട്ട് അവരെ തിരിച്ചുവിടുന്നു. പക്ഷേ ഐവിൻ്റെ ഷെയറിങ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, കാരിസ്മോനിലെത്തി അവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ പോലും ഇതൊരു ദൈവവേലയ്ക്കുള്ള ഒരു വിളിയാണെന്ന് കൺഫേം ചെയ്യാൻ സാധിക്കാതിരുന്നൊരവസ്ഥയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഏത് സന്ദർഭത്തിലാണ് എനിക്ക് ഈ ഒരു ശുശ്രൂഷയിലേക്ക് തമ്പുരാനെ വിളിച്ചിട്ടുണ്ട്, എനിക്ക് അതിൽ നിലനിൽക്കണം തോന്നാനിടയായിട്ടുള്ള സംഭവം ഒന്ന് പറഞ്ഞുതരാമോ? അതിന് ഒരു കാരണക്കാരൻ വിജിലച്ചനാണെന്ന് വേണം പറയാം. കാരണം ഞാൻ അവിടെ നിന്ന് മാറി കുറച്ച് നാൾ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഈ വർക്ക്, ഈ പാട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് എനിക്കിങ്ങനെ ഒരു ഇത് കിട്ടുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ആ സിനിമ ഇറങ്ങാതെ പോകുന്നു. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ കുറേ നാൾ വെറുതെ ഇരിക്കുന്ന സമയം ഉണ്ടായിരുന്നു, ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഈ ഇൻസ്ട്രുമെൻറ്റ് പഠിക്കുന്ന ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ ഒരു ഗ്യാപ്പ്, ആ സമയത്ത് ഇങ്ങനെ എനിക്ക് ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു സ്വഭാവം കൂടെ ഉണ്ട്. അപ്പം പ്രാർത്ഥിക്കുന്നതൊക്കെ കുറവാണ്. അപ്പം റീസണിങ് ഭയങ്കര കൂടുതലാണ്. ഇങ്ങനെ ഇരുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിജിലച്ചനായിട്ട് വീണ്ടും കോൺടാക്റ്റ് വരുന്നു. അപ്പം അച്ഛൻ എന്നെ വീണ്ടും വിളിക്കുന്നു, നീ അങ്ങനെ തമാശയായിട്ട് എടുക്കാതെ സീരിയസ് ആയിട്ട് എടുക്കുക. അങ്ങനെ വിജിലച്ചൻ്റെ ഒരു ഇടപെടൽ എൻ്റെ ലൈഫിൽ കൂടുതലായിട്ടുണ്ട്. പിന്നെ സുഹൃത്തുക്കളുണ്ട്. വിജിലച്ചൻ എന്നെ നമ്മളിങ്ങനെ എല്ലായിടത്തും കൊണ്ട് നടക്കുക എന്ന് പറയത്തില്ലേ, അങ്ങനെ ശുശ്രൂഷകൾ കൊണ്ട് നടക്കുക, എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുക, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരിക. അച്ഛൻ പറയുന്ന അത്രത്തോളം അച്ചീവ് ചെയ്യാനൊന്നും പറ്റില്ലെങ്കിലും റീസണിങ് ഒരുപാട് ലോജിക്കലായിട്ട് ചിന്തിച്ചിട്ട് നമുക്ക് ജീവിതത്തിൽ സന്തോഷമായിട്ടിരിക്കാനോ ഒന്നും പറ്റുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഇതിൻ്റെയൊക്കെ ഒരു ഗുണം മനസ്സിലാക്കുന്നത്. പിന്നെ കാരിസ്മോനിൽ അച്ഛൻ്റെ കൂടെ തന്നെയായിരുന്നു പിന്നീട്. അതെ അതെ അതെ. പിന്നെ അവിടുത്തെ മറ്റച്ഛന്മാരും സഹായിച്ചിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ. അതെ അതെ, മറ്റ് വെളിയിൽ നിന്നുള്ള വർക്കുകളും ചെയ്യാറുണ്ട്. ഇപ്പം ഞാനിങ്ങനെ ധ്യാന കേന്ദ്രത്തിൽ പാടാൻ നിൽക്കുന്ന സമയത്ത് അത് കേട്ടും വേറുള്ള പാട്ടുകൾ കമ്പോസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും ലിറിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു തെലുങ്ക് പാട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഒരു സൗഹൃദത്തിലുള്ളൊരു അച്ഛൻ വഴി വന്ന ഒരു വർക്കാണ്. അതും ഡിവോഷണൽ സോങ്ങാണ്. ഡിവോഷണൽ സോങ് തന്നെ, തെലുങ്ക് ഡിവോഷണൽ സോങ്. അത് അവിടെ അച്ഛൻ്റെ ഒരു ഇടവകയിലുള്ളൊരു കുട്ടി എഴുതിയതാണ്. അതിപ്പോൾ ഞാൻ കമ്പോസ് ചെയ്ത് ഞാൻ പാടി. അങ്ങനെ അപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ കമ്പോസ് ചെയ്യാനൊക്കെ ധാരാളം ഓർഡർ കിട്ടാറുണ്ടല്ലേ? ഫാദർ റോബർട്ട് എന്ന് പറഞ്ഞ കാഞ്ഞിരപ്പള്ളിയിലുള്ളൊരു അച്ഛൻ സ്ഥിരം എനിക്ക് വർക്കുകൾ തരാറുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ അച്ഛനെ ഒരു പാട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് സമയം പ്രാർത്ഥിക്കാൻ പറഞ്ഞും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്
പ്രാർത്ഥിച്ച് ഒരുക്കിയൊക്കെ ചെയ്യാവുള്ളൂ, അങ്ങനെ ഒരു പാട്ട് ചെയ്യുന്നതിന് മുന്നേ പ്രാർത്ഥിച്ചൊക്കെ ചെയ്യാവുള്ളൂ എന്നൊക്കെ ഉള്ളത് അച്ഛനൊക്കെ പറഞ്ഞു തന്നതിന് ശേഷം മനസ്സിലാകുന്നത്. ചുമ്മാ നമുക്ക് ഒരു പാട്ട് പോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതെന്നല്ലല്ലോ. അപ്പോൾ ഞാൻ പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, ഞാൻ മിക്കവാറുമുള്ള ധ്യാന മന്ദിരങ്ങളിലൊക്കെ പ്രസംഗിക്കാൻ പോകുന്ന ആളാണ്. കാര്യസ്വാമിൻ്റെ കൂടെ ആദ്യകാലത്ത് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് ഞാൻ തന്നെയാണ്. അപ്പോൾ ഞാനവിടെ പലരും പാടാൻ വന്നിരുന്ന ആൾക്കാരെ എനിക്കറിയാം. പലരും ഇപ്പം ജീവിതത്തിൻ്റെ ഒരു ഇടിച്ചു നിൽക്കുന്ന പോലെ പലരും ഉണ്ട്, ഇവിടുത്തെ അല്ല, മിക്കവാറും സ്ഥലത്തുള്ള ആൾക്കാർ. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു. പക്ഷേ സംഗതി വീട്ടിൽ മൂത്ത മകനാണെങ്കിലും കുടുംബത്തെ പുലർത്താൻ ആവശ്യമായ രീതിയിലുള്ള പുറത്തുള്ള വർക്കുകളും കിട്ടുന്നുണ്ടല്ലേ? ആ വർക്കുകൾ കിട്ടുന്നുണ്ട്. കാരണം അവിടുത്തെ ഇത് മാത്രമല്ല, എനിക്ക് വേറെ വെളിയിൽ നിന്നും വർക്കുകൾ വരാറുണ്ട്. പല അച്ഛന്മാരുടെ ഇപ്പം പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു മാസത്തെ 1-2 വർക്കുകളെങ്കിലും ചെയ്തിറങ്ങാറുണ്ട്. അങ്ങനെ ഒരു സ്റ്റേറ്റിൽ എത്തി. പിന്നെ കൂടുതലായിട്ടും ഇപ്പം സംഗീതത്തിൻ്റെ പ്രൊഫഷനിൽ ദൈവം തിരഞ്ഞെടുത്തിട്ടൊരാളാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനു വേണ്ടി കാശിൻ്റെ പുറകെ നിന്ന് ചിന്തിച്ചിട്ടാണ് പല ഇതിനും ഞാൻ എൻ്റെ ഒരു പ്രോഫിറ്റ് മേടിക്കാതെ തന്നെയാണ് പല വർക്കുകളും ചെയ്തേക്കുന്നത്. ശുശ്രൂഷ എന്ന നിലയിൽ അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്താലേ ഉള്ളൂ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. സാറ്റിസ്ഫാക്ഷൻ്റെ മാത്രമല്ല, അങ്ങനെ വർക്ക് ഇറങ്ങുകയുള്ളൂ. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ വല്യമ്മച്ചി പാടിക്കുമായിരുന്നുള്ളത്. അങ്ങനെ കുടുംബാന്തരീക്ഷം ഇതുപോലെ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട വേറെ എല്ലാവരും ഉണ്ടായിരുന്നു? പപ്പ പാടും, വല്യമ്മച്ചി അങ്ങനെ പാടുന്ന അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വന്നു. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ വചനം പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുക കാര്യസ്വാമി? അങ്ങനെയൊന്നുമില്ല. വചനം പങ്കുവെക്കാറില്ല. പക്ഷെ ഞാൻ ബൈബിൾ വായിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാര്യച്ചനാണെങ്കിലും ബൈബിൾ റെഫർ ചെയ്യാനുള്ള കുറച്ച് പുസ്തകങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ സൈഡിൽ വർക്കിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ അത് വായിക്കും. പണ്ടെന്തെങ്കിലും വിഷമങ്ങളോ സങ്കടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എല്ലാ യുവാക്കളെ പോലെയും ഞാനും ചിന്തിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്നതിലൊക്കെ എന്താ അർത്ഥമിരിക്കുന്നത്. ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ ചുമ്മാ കുറേ അതര വ്യായാമം ചെയ്യുന്നതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ആരോട് എന്തിനു പറയുന്നത്? ദൈവം സൃഷ്ടിച്ച് ദൈവസങ്കല്പമുണ്ട്, പക്ഷെ ഇന്ന ദൈവമല്ല, ഇതല്ല സത്യം, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് പണ്ടൊക്കെ. പക്ഷെ നമ്മൾ കാര്യസ്വാമി ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നതിന് ശേഷം എന്താണ് സത്യം, എന്താണ് ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം, പല ടോക്കുകളും നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ടല്ലോ അച്ഛന്മാരുടെ. പിന്നെ അല്ലാതെ തന്നെ യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ യുക്തിപരമായിട്ടുള്ള വീഡിയോസൊക്കെ കാണുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ റീസണിങ് ചെയ്തിട്ട് എനിക്കുണ്ട പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തരവും കിട്ടുന്നില്ല. അപ്പോൾ ബിജിലച്ചൻ എന്നോട് പറഞ്ഞു, നീ അങ്ങനെ നമുക്കൊരു ഗുണമില്ലാതെ വെറുതെ ചിന്തിച്ച് കൂട്ടിയിട്ട് കാര്യമില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെതായ ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ ശുശ്രൂഷകൻ എന്നുള്ള നിലയ്ക്ക് പ്രാർത്ഥന ഒരു അത്യാവശ്യ ഘടകമാണ്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങൾ മാറിപ്പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. എൻ്റെ പാപഭാരമെല്ലാം തൻ്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എൻ്റെ യേശു എത്ര നല്ലവൻ, മനോഭാരത്താൽ വലഞ്ഞു, മനോവേദനയാൽ തളർന്നു, മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ, ഒരു നാളും കൈവിടില്ല, ഒരു നാളും മറക്കുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. ഇങ്ങനെയുള്ള ശുശ്രൂഷകൾക്കിടയിൽ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന സന്തോഷപ്രദമായ 1-2 സംഭവങ്ങൾ പറയാം. ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ. നമ്മൾ നന്നായി പാടിയെന്ന് പ്രതീക്ഷിക്കുന്ന സമയങ്ങളിൽ ചിലപ്പോൾ അത് എല്ലാവരെയും സ്പർശിച്ചെന്ന് വരത്തില്ല.
നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ആളുകൾ വന്ന് പറയുന്നത് ഞങ്ങളത് ആ പാട്ട് പാടിയപ്പോൾ ഞങ്ങളെ സ്പർശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്ന് പറയും. അങ്ങനെ സ്ഥിരം എൻ്റെ അടുത്ത് എൻ്റെ ഇടവകയിലുള്ളൊരു ചേട്ടൻ എന്നോട് ഒരു സൗഹൃദം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം ആ പുള്ളിക്ക് ഇങ്ങനെ കുർബാനയുടെ സമയത്ത് ഞാൻ പാടുന്ന സമയത്ത് പുള്ളിക്ക് ഇങ്ങനെ ദൈവാനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ പുള്ളി വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്നെ എൻ്റെ മോനെ പോലെ ഞാൻ കാണുന്നത്, എനിക്കങ്ങനെ ഒരു വാത്സല്യം നിന്നോടുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ സന്തോഷം തന്നെ തോന്നിയിട്ടുണ്ട്. മറ്റേതെങ്കിലും സംഭവങ്ങൾ ഇതുപോലെ പറയാനുണ്ടാകുമോ? ഉണ്ട്. ഇപ്പോൾ കൊറോണ സമയത്താണെങ്കിലും നല്ല ജോലി ഉണ്ടായിരുന്നവരുടെ വരെ ജോലി പോയ സമയങ്ങളിൽ എനിക്ക് ശുശ്രൂഷ മേഖലയിലേക്ക് ഒരുപാട് ഓൺലൈൻ ശുശ്രൂഷകളിലേക്കൊക്കെ പോകാൻ പറ്റി, ബിജിനസിൻ്റെയും അങ്ങനെ അല്ലാതെ കുർബാനകൾക്ക് പകരങ്ങൾക്കൊക്കെ. അപ്പം ഒരിക്കലും അങ്ങനെ ഒരു കൊറോണ ടൈമിൽ നിരാശനായി ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയിലിരിക്കേണ്ട ആളാണ് ഞാൻ. പക്ഷെ അതിൽ നിന്നൊക്കെ ഞാൻ അറിയാതെ തന്നെ ദൈവം എന്നെ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ പിന്നോട്ട് നോക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിപാലനം നമുക്ക് മനസ്സിലാകുന്നത്. അതൊക്കെ പരിപാലനമായിരുന്നെന്ന് മനസ്സിലാകുന്നു. ഇനി എന്താണ് വാസ്തവത്തിൽ മുന്നോട്ടുള്ള സ്വപ്നങ്ങൾ? കാരിസോനിലേക്ക് വന്നതിന് ശേഷം ദൈവത്തിന് വേണ്ടിയിട്ടും കൂടെ മാറി. എന്നെക്കാളും ഒരുപാട് കഴിവുകളും നല്ല മിടുക്കന്മാരായിട്ടുള്ള ശുശ്രൂഷകരുണ്ട്, പാട്ടുകാരുമുണ്ട്. അപ്പം അവരിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇപ്പോൾ അറിയാമല്ലോ എത്രമാത്രം നമ്മൾ സോഷ്യൽ മീഡിയയിൽ എത്രമാത്രം കഴിവുകളുള്ള കുട്ടികളാണ് പാടുന്നതും കമ്പോസിഷൻ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വന്നതിന് ശേഷം കാരിസോനിലേക്ക് വന്നതിന് ശേഷം ഇങ്ങനെ ആളുകൾക്കൊക്കെ നമ്മുടെ ലിറിക്ക് എഴുതും, കമ്പോസിഷൻ ചെയ്യും, അത് പാട്ടും പാടും. അപ്പം ഞാൻ തന്നെ മൊത്തത്തില്ല ചില പാട്ടുകൾ പ്രോഗ്രാമിങ് ചെയ്യും. അപ്പം റീസെൻ്റായിട്ട് വിജിലച്ചിൻ്റെ ഈ നോമ്പിന് ഒരു പാട്ട് ഞാൻ ചെയ്തായിരുന്നു. അപ്പം ആ പാട്ട് കേട്ടിട്ട് ഒരുപാട് പേര് അച്ഛന് കമൻറ്റ് ചെയ്യുകയും അത് എന്നെ അച്ഛൻ കാണിക്കുകയും ചെയ്തു. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞ് ഇത് കാണിക്കാതിരിക്കുന്ന പിന്നെ കണ്ടിട്ട് നിനക്ക് വല്ലോ അഹങ്കാരം വന്നാലെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞ് അവരെ ഒരുപാട് ആ പാട്ട് സ്പർശിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിൽ വിഷമങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞ് ഇപ്പം നീ ഒരു പാട്ട് എഴുതി പ്രാർത്ഥിച്ചിട്ട്, ഇപ്പോൾ എഴുതി കഴിഞ്ഞാൽ അതിന് എഫക്റ്റ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്തൊരു പാട്ടാണ് നെഞ്ചിനുള്ളം നിരാശയിൽ ഞാൻ താഴവേ പകച്ചു നിന്നു ഞാൻ ഇരുളുമീ വഴികളിൽ അകന്നു പോയി നാദാ മറന്ന നിൻ വഴി തകർന്ന പ്രാണനിൽ വരില്ലേ നീ തരില്ലേ നീ പ്രാണനെ ക്രൂശിതാ രക്ഷക വിമോചക ഓ ഏതായാലും ഒരു പാട്ടുകാരനും സ്വന്തമായിട്ട് ഇങ്ങനെ വളരത്തില്ല. അവസരങ്ങളും സാഹചര്യങ്ങളുമാണ് അവരെ അങ്ങനെ ആക്കുന്നത്. ചില വ്യക്തികളുടെ ഇടപെടലായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള പല വ്യക്തികളും ഇദ്ദേഹത്തിൽ ഉണ്ടാകാം. ആരെങ്കിലും ഒന്ന് പരിചയപ്പെടുത്താമോ? ഉണ്ട്. അതിൽ ഏറ്റവും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഷാജി തുമ്പേച്ചിറച്ചൻ. മഹാനായ ഒരു മ്യൂസിക് ഡയറക്ടറാണ്. ഒരുപാട് ഡിവോഷണൽ സോങ്ങൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നതുല്യനായിട്ടുള്ളൊരു നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത് അങ്ങനെയാണ് ചിന്തിച്ചിട്ടുള്ളൂ. അച്ഛൻ്റെ മരിയൻ സോങ്ങുകളൊക്കെ ചെറുപ്പം തൊട്ടേ കേട്ടിട്ടുണ്ട്. അച്ഛനിവിടെ കാരിസോനിൽ ഒരിക്കൽ വരുന്നു. അപ്പോൾ അങ്ങനെ വന്നതിന് ശേഷം അച്ഛൻ്റെ മനസ്സിൽ എൻ്റെ ശബ്ദം അച്ഛൻ്റെ മനസ്സിലുണ്ട്. പിന്നീട് ഒരിക്കൽ കണ്ടു കഴിഞ്ഞതിന് ശേഷം അച്ഛൻ പറയുന്നു അച്ഛൻ്റെ സ്റ്റുഡിയോയിലേക്ക് വരണം, ഒരു പാട്ട് പാടണം എന്ന് പറഞ്ഞ്. അങ്ങനെ കഴിഞ്ഞ ക്രിസ്മസിന് അച്ഛൻ്റെ ഒരു പാട്ട് പാടി. അതൊക്കെ വലിയൊരു ഗിഫ്റ്റാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവം തന്നെയാണ്. ഷാജി തുമ്പേച്ചർ അച്ഛൻ്റെ വരികൾക്കും സംഗീതത്തിനും എൻ്റെ ശബ്ദം കൊടുക്കുക എന്ന് പറയുന്നത് അത് ഒരു വലിയൊരു അനുഭവം തന്നെയാണ്. ഇതുപോലെ എനിക്ക് പാട്ടിന് മ്യൂസിക് കമ്പോസിഷൻ ചെയ്യാനും പാടാനും
അവസരം തന്ന അച്ഛനാണ് റോബർട്ട് അച്ഛൻ. അപ്പോൾ അച്ഛൻ ലിറിക്ക് എഴുതി തരും, അത് കമ്പോസ് ചെയ്ത് ഞാൻ പാടും. അച്ഛൻ എനിക്ക് 3-4 പാട്ടുകൾ തന്നിട്ടുണ്ട്. ഈ 8 നോമ്പിൻ്റെ ഒരു പാട്ടിറങ്ങിയായിരുന്നു, ദേവസഹായം പിള്ളയുടെ ജീവിതത്തെക്കുറിച്ച് അച്ഛനൊരു പാട്ട് എഴുതിയായിരുന്നു, അത് ഞാൻ കമ്പോസ് ചെയ്തത്. അപ്പോൾ അച്ഛനെ എനിക്കിങ്ങനെ സ്ഥിരം പാട്ടുകൾ തരുന്നൊരു അച്ഛനാണ്. ഈ അദ്ദേഹത്തെ പോലെ ഒരാളെ കണ്ടുമുട്ടിയതും ഞങ്ങൾക്കിങ്ങനെ ഞങ്ങളോടൊത്ത് സഹകരിച്ചതിനും ഇൻഡസ്ട്രിയുടെ പേരിൽ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. വിശ്വസിച്ചിരിക്കട്ടെ. നെഞ്ചിനുള്ളം നിരാശയിൽ ഞാൻ താഴവേ, പകച്ചു നിന്നു ഞാൻ ഇരുളുമീ വഴികളിൽ. അകന്നു പോയി നാദാ മറന്ന നിൻ വഴി, തകർന്ന പ്രാണനിൽ വരില്ലേ നീ, വരില്ലേ നീ, തരില്ലേ നീ നിൻ പ്രാണനെ ക്രൂശിതാ രക്ഷക വിമോചക. ഓ ഓ ഇത്രയും സമയം നമ്മൾ തൻ്റെ യൗവനം ദൈവശുശ്രൂഷക്കായി മാറ്റിവെച്ച, സുവിശേഷ പ്രചാരണത്തിനായുള്ള തൻ്റെ ജീവിതത്തിലെ കമ്മിറ്റ്മെൻറ്റ് ഗാനശുശ്രൂഷയിലൂടെ എപ്രകാരം പ്രകടിപ്പിക്കണമെന്ന് നമ്മളോട് സംസാരിച്ച അതിരമ്പുഴ ഇടവക്കാരനായ ഷൈബിൻ, അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലെ കർത്താവ് എങ്ങനെയാണ് ഗ്രാജുവലായിട്ട് ഇടപെട്ടതെന്ന് നമ്മൾ കേട്ടു. ഒരുപക്ഷെ ആരംഭത്തിൽ അദ്ദേഹം ഇങ്ങനൊരു ദൈവവേലക്കാരനാകണമെന്ന് വിചാരിച്ചിരുന്നില്ലായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മളെ പലരെയും സ്പർശിച്ചു. നമുക്കും കർത്താവ് നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകളെ കണ്ടെത്തി സുവിശേഷ പ്രചാരണത്തിനായി വിനിയോഗിക്കുവാനുള്ള കൃപ ലഭിക്കുമാറാകട്ടെ. നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വന്നപ്പോൾ അവൻ അങ്ങയുടെ ശുശ്രൂഷയിലെ പ്രത്യേകിച്ച് രചന രംഗത്തും ആലാപന രംഗത്തും വളരെ മനോഹരമായി ശോഭിക്കുവാൻ തക്ക വിധം അങ്ങ് മകനെ ഉയർത്തി. ഇത് കേട്ടുകൊണ്ടിരുന്നവരായ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകൾ കണ്ടെത്തി വളർത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മറ്റൊരു എപ്പിസോഡിലെ അടുത്ത ആഴ്ചയിലെ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിൽ മറ്റൊരാളെ പരിചയപ്പെടുവാനായി നമുക്ക് ഒത്തുചേരാം.